नमः। ॐ शक्ति पराशक्ति ॐ नमः शिवाय। हर हरो हर हरा हरे कृष्ण ഹര ഹരോ ഹര ഹരാ മുരുക. ഇന്ന് നമുക്ക് വായിക്കാനുള്ളത് സ്കന്ദപുരാണത്തിലെ സപ്തർഷിമാരുടെ ദൗത്യം എന്നുള്ള ഭാഗമാണ്. അതിനുമുമ്പ് ഭഗവാന്റെ ഒരു നാമം ഒന്ന് പാടാം. പഴം നീയപ്പാ ജ്ഞാന പഴം നീയപ്പാ, തമിഴ് ജ്ഞാന പഴം നീയപ്പാ. പഴം നീയപ്പാ ജ്ഞാന പഴം നീയപ്പാ, തമിഴ് ജ്ഞാന പഴം നീയപ്പാ. മുരുകൻ്റെ ഈ ഒരു നാമം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു പാട്ട്, മുരുക ഭഗവാന്റെ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ പളനിയിലൊക്കെ പോകുമ്പോഴൊക്കെ നമ്മൾ പോകുന്ന ആ വാഹനത്തിലൊക്കെ നമ്മൾ ഈ പാട്ടുകൾ, മുരുക ഭഗവാന്റെ പാട്ടുകളൊക്കെ ഇട്ടിട്ടായിരിക്കല്ലേ നമ്മൾ പോകുന്നത്. വളരെ ഇഷ്ടമാണ് എനിക്ക് ആ ഒരു പാട്ടെന്ന് പറയുന്നത്. നമുക്ക് ഇന്ന് വായിക്കാനുള്ളത് സപ്തഋഷിമാരുടെ ദൗത്യം ഉള്ള ഭാഗമാണ്. അപ്പം അത് ഞാൻ വായിക്കാം കേട്ടോ, ശ്രദ്ധിച്ച് കേൾക്കാം. ധർമ്മശാസ്ത്ര വിധിപ്രകാരമാണ് മനുഷ്യർ വിവാഹ ബന്ധത്തിൽ ഏർപ്പെടേണ്ടത്. അതിന് മാതൃക കാണിക്കുകയാണ് ഭഗവാൻ ശ്രീ പരമേശ്വരൻ. തന്റെ പാർവതീ പരിണയ ലീലയിലൂടെ തപസ്, നിഷ്ഠാവ്രതം, വിവാഹം, പിതൃത്വം, മാതൃത്വം, പിണക്കം, ഇണക്കം, കോപം മുതലായ സാധാരണ പ്രക്രിയകൾ ശിവശക്തിമാർ പോലും പ്രദർശിപ്പിക്കുന്നത് അവർ കേവലം സാധാരണക്കാരായതുകൊണ്ടല്ല, മറിച്ച് സാധാരണക്കാർക്ക് അത്തരം നിഷ്ഠകളും സ്വഭാവ വൈരുദ്ധ്യങ്ങളും ഉണ്ടായിരിക്കുമെന്നുള്ളതിന്റെ സൂചനയുമാണ്. പ്രപഞ്ചശക്തികളായ ശിവപാർവതിമാർ വിവാഹം ചെയ്യുകയും സാധാരണക്കാരെ പോലെ സന്താനോൽപാദനം നടത്തുകയും ചെയ്യുകയോ എന്ന് സംശയദൃഷ്ടിയോടെ ചിന്തിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നവർക്ക് നിങ്ങൾ ഇപ്രകാരം പ്രവർത്തിക്കുകയും തിരിച്ചറിവുള്ളവരായി ജീവിക്കുകയും വേണമെന്ന് നിഷ്കർഷിക്കുകയാണവർ. തങ്ങളുടെ സൃഷ്ടിയായ മനുഷ്യരെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയാണ് ശിവശക്തിമാർ സ്വയം മാതൃക കാട്ടുന്നത്. ലൗകിക സുഖാനുഭവങ്ങൾക്ക് വേണ്ടിയോ കാമപൂരണത്തിന് വേണ്ടിയോ ആയിരുന്നില്ല ശ്രീ പരമേശ്വരൻ പാർവതീ ദേവിയെ പരിണയിച്ചത്. മറിച്ച് സ്ത്രീയും പുരുഷനും ചേരുന്നിടത്താണ് സൃഷ്ടിയുടെ പൂർണ്ണതയും ശക്തിയും സാധ്യമാകുന്നത് എന്ന് മനുഷ്യനെ പഠിപ്പിക്കാനായിരുന്നു വാസ്തവത്തിൽ ശിവപാർവതിമാരുടെ മക്കളെന്ന് വിഖ്യാതരായ വിഘ്നേശ്വരനെയോ സുബ്രഹ്മണ്യനെയോ പാർവതീ ദേവി ഗർഭം ധരിച്ച് പ്രസവിച്ചിട്ടുള്ളതായി പുരാണങ്ങളിലൊന്നും കാണുന്നില്ല. ഭഗവാൻ പരമേശ്വരൻ നിത്യബ്രഹ്മചാരിയും ലോകമാതാവായ പരാശക്തി നിത്യകന്യകയുമാണ്. ഇരുവരും പരമമായ ജ്ഞാനത്തിന്റെ ഇരിപ്പിടങ്ങൾ അത്രേ. എങ്കിലും മുൻപ് സൂചിച്ചതുപോലെ മായാമയമായ ലോകത്ത് ഭഗവാനും ദേവിക്കും മനുഷ്യരെ തത്വബോധം ചെയ്യുന്നതിന് ലീലകൾ ആടാതെ വയ്യല്ലോ. ഗംഗാധരനായ ഭഗവാൻ മണവാളനും പരാശക്തിയായ ദേവി മണവാട്ടിയുമായി വരന്റെ ബന്ധുമിത്രാദികൾ വേണമല്ലോ വധുവിന്റെ ഭവനത്തിൽ ചെന്ന് ബന്ധമുറപ്പിക്കേണ്ടത്. അതിനായി ഭഗവാൻ തിരഞ്ഞെടുത്തത് സപ്ത ഋഷികളെ ആയിരുന്നു. ഭക്തമോത്തമന്മാരായ സപ്ത ഋഷികൾ തന്നെയാണ് അതിന് ഏറ്റവും യോഗ്യരെന്ന് ഭഗവാൻ തീരുമാനിക്കുകയായിരുന്നു. അപ്പോ ഭഗവാൻ പരമേശ്വരനും പാർവതീദേവിയും യഥാർത്ഥത്തിൽ ലൗകികമായിട്ടുള്ള ഒരു ജീവിതം അല്ല അവര് എന്ന് പറഞ്ഞാൽ അത്രയും സ്വാത്വിക ഗുണങ്ങളുള്ള ആ ഒരു നിത്യകന്യക. പരമേശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബ്രഹ്മചാരിയും അതുപോലെ ദേവി പാർവതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിത്യകന്യകയുമാണ്. പക്ഷെ ഇവര് നമ്മുടെ ലോകത്തിലുള്ളവർക്ക് ഭാര്യ ഭർത്തൃ ബന്ധം എന്താണ്, അതിന്റെ മഹത്വം എന്താണ്, അതെങ്ങനെയാണ് ജീവിക്കേണ്ടെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ശിവപാർവതിമാര് അങ്ങനെ ഒരു വിവാഹത്തിൽ ഏർപ്പെടുന്നതും അങ്ങനെ ഒരു ഇത് നമുക്ക് ആ ലീല മായയിലൂടെ നമുക്ക് ആ ലീലകള് കാട്ടിത്തരുന്നതെന്നാണ് പറയുന്നത്. എന്നിരുന്നാലും ഭഗവാൻ ശ്രീ പരമേശ്വരൻ നിത്യ ബ്രഹ്മചാരിയാണ്. അതുപോലെ തന്നെ ശ്രീ പാർവതീ ദേവി എന്താണ്? നിത്യകന്യകയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് ഒരു ഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടില്ല പാർവതീ ദേവി പ്രസവിച്ചതാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടില്ല. ഇപ്പൊ സുബ്രഹ്മണ്യനെ ആയാലും ഒരു ഈ പാർവതീ ദേവിയുടെയും പരമേശ്വരന്റെ ശക്തികൾ സംയോഗിക്കുമ്പോൾ അവർ തമ്മിൽ ആ ഒരു ആത്മീയമായിട്ടുള്ള ഇത് ഉണ്ടാവുമ്പോൾ ആ ഉണർവിൽ നിന്നുണ്ടാവുന്ന ഒരു അണ്ടമാണ് രൂപപ്പെടുന്നത്. ആ അണ്ടത്തെയാണ് സൂക്ഷിക്കാൻ വേണ്ടി ആ കഥ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, സുബ്രഹ്മണ്യന്റെ കഥ. അങ്ങനെയാണ് സുബ്രഹ്മണ്യൻ ഉണ്ടാവുന്നത്. അതുപോലെ പാർവതീ ദേവിയുടെ ശരീരത്തിലെ മഞ്ഞളിൽ നിന്നും ചന്ദനത്തിൽ നിന്നുമാണ് വേർപെടി എടുത്തിട്ടാണ് അതിൽ നിന്നൊരു രൂപം ഉണ്ടാക്കിയാണ്
ഗണപതി ഭഗവാനെ ജനിപ്പിക്കുന്നത്. അപ്പോൾ ഈ പരബ്രഹ്മം എന്ന് പറയുമ്പോൾ അതാണ്, നമ്മൾ സാധാരണ മനുഷ്യരെ പോലെയല്ല. അതുകൊണ്ടാണ് പറയുന്നത് സാധാരണ മനുഷ്യരും അതുപോലെ ദൈവങ്ങളും ആയിട്ട് അവരെ തമ്മിൽ വേർതിരിക്കാൻ പാടില്ല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ താരതമ്യപ്പെടുത്താൻ പാടില്ലെന്ന് പറയുന്ന കാര്യം അതുകൊണ്ടാണ്. അതുകൊണ്ട് ശ്രീ പരമേശ്വരൻ എപ്പോഴും നിത്യബ്രഹ്മചാരിയും ശ്രീ പാർവതി ദേവി നിത്യകന്യകയുമാണ്. എന്നാൽ ഇവരുടെ സംയോഗത്തിലൂടെയാണ് നമുക്ക് പ്രപഞ്ചത്തില് ആ ഒരു ഭാര്യ ഭർത്തൃ ബന്ധം എങ്ങനെയായിരിക്കും എന്നുള്ളത് കാണിച്ചു തരുന്നത്. അപ്പൊ അവര് തമ്മിലായാലും എന്തൊക്കെയുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്, തർക്കങ്ങൾ ഉണ്ടാവാറുണ്ട്, ചിലപ്പോൾ പിണക്കങ്ങൾ ഉണ്ടാവാറുണ്ട്, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടല്ലേ. അപ്പൊ ഇതെല്ലാം നമുക്ക് കാണിച്ചു തരുന്നതൊക്കെ മനുഷ്യ സഹജമാണ്. ഇപ്പോൾ ഭാര്യ ഭർത്തൃ ബന്ധത്തിലായാലും അങ്ങനെയുള്ള അങ്ങനെയുള്ള സ്വരച്ചേർച്ചകൾ ഇല്ലായ്മയും അങ്ങനെയുള്ള തർക്കങ്ങളും ഒക്കെ ഉണ്ടാവും, ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ ഉണ്ടാവും. അത് സ്വാഭാവികമാണ് എന്നുള്ളത് കാണിച്ചു തരുവാൻ വേണ്ടിയിട്ടാണ് ശിവപാർവതിമാർ അങ്ങനെയൊരു ഇത് നമുക്ക് ആ ഒരു ശിവപാർവതിമാരുടെ തത്വം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ശിവപാർവതിമാരുടെ വൈവാഹിക ബന്ധം അല്ലെങ്കിൽ ജീവിതം എന്ന് നമുക്ക് കാണിച്ചു തരുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്യണം, പാർവതി ദേവിയുടെ അടുത്തേക്ക് സപ്തഋഷിമാരെയാണ് അയക്കുന്നത്. തങ്ങളുടെ വിവാഹാലോചനയ്ക്ക് വേണ്ടിയിട്ട് സപ്തഋഷിമാരെയാണ് ഭഗവാൻ അയക്കുന്നത്. അങ്ങനെ സപ്തഋഷിമാര് ഭക്തോത്തമരായ സപ്തഋഷികൾ തന്നെയാണ് അതിന് ഏറ്റവും യോഗ്യരെന്ന് ഭഗവാൻ തീരുമാനിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഭഗവാൻ എന്ത് ചെയ്യുന്നത്, ഈ സപ്തഋഷിമാരെ അവിടേക്ക് അയക്കുന്നത്. ത്രിമൂർത്തികളിൽ ഇതരയായ വിഷ്ണുദേവനെയോ ബ്രഹ്മദേവനെയോ അല്ല ഉത്തമ ബന്ധുക്കളായി ഭഗവാൻ തിരഞ്ഞെടുത്തത് പ്രത്യേകം സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു. സപ്തഋഷികളെ ഉത്തമ ബന്ധുക്കളായി വധൂഗ്രഹത്തിലേക്ക് അയക്കുക വഴി ഭക്തി ഈശ്വര പദ പ്രാപ്തിക്ക് ഏറ്റവും ശ്രേഷ്ഠമാണെന്ന് സിദ്ധാന്തിക്കുകയായിരുന്നു ആ തത്വജ്ഞാനി. ശിവപാർവതിമാരുടെ പരിണയത്തിന് അനുവാദവും ആശീർവാദവും തേടി ഹിമരാജ സവിധത്തിലെത്തിയ സപ്തഋഷികളെ ഹിമവാൻ യഥോചിതം സ്വീകരിച്ച് ആനയിച്ചു. ആർക്യപാദ്യാദികളാൽ അവരെ പൂജിച്ച് സന്തുഷ്ടരാക്കി ദിവ്യാസനങ്ങളിൽ ഇരുത്തിയ ശേഷം ഹിമവാൻ അവരോട് ആഗമനോദ്ദേശം തിരക്കി. നേരത്തെ അറിവുള്ളതെങ്കിലും പ്രപഞ്ച നിയന്താവായ ശ്രീ പരമേശ്വരൻ തങ്ങൾക്ക് ജാമാതാകാവാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്ന വാർത്ത ശ്രവിച്ചപ്പോൾ അവർ ഹർഷപുളകിതരായി. എങ്കിലും പർവ്വതരാജ്ഞിയായ മേനാദേവിക്ക് സ്ത്രീ സഹജമോ മാതൃസഹജമോ ആയ നിരവധി ആശങ്കകൾ ഉണ്ടായിരുന്നു. പല കാര്യങ്ങളിലും അവർക്ക് സംശയ നിവൃത്തി വരുത്തേണ്ടിയിരുന്നു. മേനാദേവിയുടെ ആശങ്കാകുലമായ മുഖഭാവം ശ്രദ്ധിച്ച ഹിമവാൻ കാര്യം തിരക്കി. ദേവി, നാം ഏറ്റവും അധികം ആഹ്ലാദിക്കേണ്ടുന്ന നിമിഷങ്ങളിൽ ദേവി ദുഃഖിതയായി കാണപ്പെടുന്നത് എന്ത്? ത്രിമൂർത്തികളിൽ ഏറ്റവും ശ്രേഷ്ഠനായ ശ്രീ പരമേശ്വരനെയാണ് നമുക്ക് മരുമകനായി ലഭിക്കുന്നത്. എന്നിട്ടും ഭവതിയുടെ മുഖം തെളിയാത്തത് എന്ത്? പറഞ്ഞാലും പെൺമക്കളുള്ള ഏതൊരു മാതാവിനും അവരുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് സുദീർഘമായ വീക്ഷണം ഉണ്ടായിരിക്കുക സ്വാഭാവികം മാത്രം. ഇവിടെ മേനാദേവിയും പാർവതിയുടെ മാംഗല്യ യോഗത്തെക്കുറിച്ച് പലതും ചിന്തിച്ചു. ശിവൻ ക്ഷിപ്രകോപിയാണെന്നത് ഏവർക്കും അറിവുള്ളതാണല്ലോ. മകളുടെ കുടുംബജീവിതത്തിൽ അക്കാരണത്താൽ തന്നെ എന്തൊക്കെ അനർത്ഥങ്ങൾ സംഭവിച്ചുകൂടാ. എന്നാൽ ത്രിലോക്യനാഥനായ ശ്രീ പരമേശ്വരനെ ഇക്കാര്യത്തിൽ സംശയദൃഷ്ടിയോടെ വീക്ഷിക്കുന്നത് ശരിയോ? തന്റെ ഭർത്താവിനോടല്ലാതെ മറ്റാരോടാണ് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുക? പ്രത്യക്ഷത്തിൽ ചപലമെന്ന് തോന്നാവുന്ന ഈ സംശയങ്ങൾ ശിവബന്ധുവായി വന്നിരിക്കുന്ന സപ്തഋഷികളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് എങ്ങനെ? ഈ വിധ ചിന്തകളാണ് മേനാദേവിയെ അലട്ടിയിരുന്നത്. മുൻപ് ദക്ഷപുത്രിയായ സതിയെ പരിണയം ചെയ്തിരുന്ന ഭഗവാൻ കോപക്രാന്തനായി ദക്ഷ പ്രജാപതിയുടെ ശിരസുറപ്പിച്ചു. ഇളം പ്രായത്തിലുള്ള തന്റെ മകൾക്ക് ലൗകിക ജീവിതത്തിൽ എന്തെങ്കിലും പ്രമാദം പിഴഞ്ഞാൽ ശിവശങ്കരൻ ക്ഷിപ്രകോപത്തിനടിമയായി അത്തരം പ്രവണതകൾ ആവർത്തിക്കുകയില്ലെന്ന് ആര് കണ്ടു? ഒടുവിൽ കണ്ണീരോടെ ഇവർ ഇത്തരം സംശയങ്ങൾ സപ്തഋഷികൾക്ക് മുൻപിൽ അവതരിപ്പിച്ചു. ഒരു സ്നേഹനിധിയായ മാതാവിന്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ തികച്ചും സാങ്കത്യമുള്ള സംശയങ്ങൾ തന്നെയായിരുന്നു ഇവയെല്ലാം. പ്രപഞ്ചനാഥനും പരമ്പൊരുളും എന്ന വിശേഷണങ്ങളൊക്കെ മാറ്റിവെച്ച് ചിന്തിച്ചപ്പോൾ സ്വന്തം ജാമാതാവിനെ മേനാദേവിക്ക് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെന്നതാണ് സത്യം. ഏതായാലും മേനാദേവിയുടെ സംശയങ്ങൾക്ക് അഗസ്ത്യ മഹർഷി ഇപ്രകാരം മറുപടി പറഞ്ഞു. ഹേ പർവ്വതരാജപത്നി, ഈശ്വര കാരുണ്യത്തിന് വിധേയരാണ് നാം എല്ലാം. ശിവൻ ദക്ഷനെ സംഹരിച്ചത് പ്രജാപതി തന്നെ നിന്ദിച്ചത് കൊണ്ട് മാത്രമായിരുന്നില്ല. അവൻ അഹങ്കാരത്തിന്റെ മൂർത്തി രൂപമായിരുന്നു. ശിവനിന്ദ നടത്തുക മാത്രമല്ല, ശിവയോഗികളെ മുഴുവനായും അപമാനിക്കുകയും സ്വന്തം മകളായിട്ട് കൂടി സതിയെ യാഗഭൂമിയിൽ സന്നിഹിതയാക്കിയിരുന്ന സകലരുടെയും മുന്നിൽ വെച്ച് അധിക്ഷേപിക്കുകയും ചെയ്തു. ഒരു സ്ത്രീക്കും സഹിക്കാൻ കഴിയാത്ത ഭർത്തൃനിന്ദയാണ് ദക്ഷ രാജധാനിയിൽ സതിക്ക് നേരിടേണ്ടി വന്നത്.
പതിവ്രതാരത്നമായ ദാക്ഷായണിയുടെ മനസ്സിൽ ഉത്ഭവിച്ച തീവ്രമായ അപമാനവും ദുഃഖവും ശിവകോപരൂപം പ്രാപിച്ച് ദക്ഷനെ സംഹരിക്കുകയായിരുന്നു. അഹങ്കാരം അതിന്റെ മൂർധന്യതയിൽ എത്തുമ്പോൾ സ്വാഭാവികമായ നാശം അത് ക്ഷണിച്ചു വരുത്തും. ഇവിടെയും അതുതന്നെയാണ് സംഭവിച്ചത്. ലോകത്തിന് സന്തുഷ്ട പ്രദാനം ചെയ്യണമെന്നതാണ് ശിവമതം. ദുഷ്ടനിഗ്രഹവും ശിഷ്ടരക്ഷണവും ഉറപ്പുവരുത്തേണ്ടത് ഭഗവാന്റെ നിയോഗമല്ലാതെ മറ്റെന്താണ്? അഗസ്ത്യ മഹർഷിയുടെ ഉചിതമായ വചനങ്ങൾ കേട്ടതോടെ മേനാദേവിയുടെ സംശയങ്ങൾ അകന്നു. തങ്ങളുടെ പ്രിയപുത്രിയായ പാർവതിയെ ശ്രീ പരമേശ്വരന് കന്യാദാനം ചെയ്യുവാനുള്ള തീരുമാനം അവർ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. ദൗത്യ നിർവഹണം പൂർത്തിയാക്കിയ മഹർഷിമാർ സന്തുഷ്ട ചിത്തരായി പർവ്വത രാജദമ്പതിമാരെ അനുഗ്രഹിച്ച് യാത്രയായി. കൈലാസ പർവ്വതത്തിൽ മടങ്ങിയെത്തിയ സപ്തഋഷിമാർ പാർവതി ദേവിയെ ഭഗവാന് പാണിഗ്രഹണം ചെയ്തു നൽകുന്നതിന് ഹിമവാനും പത്നിക്കും പൂർണ്ണ മനസ്സാണെന്ന വാർത്ത അറിയിച്ചു. തുടർന്ന് സപ്തഋഷിമാർ ശ്രീ പരമേശ്വരനെ പ്രണമിച്ച് തങ്ങളുടെ വാസസ്ഥലങ്ങളിലേക്ക് സ്വസ്ഥചിത്തരായി മടങ്ങിപ്പോയി. അപ്പൊ ഇവിടെ മേനാദേവി, അതായത് പാർവതി ദേവിയുടെ അമ്മയാണ് മേനാദേവി. അപ്പൊ മേനാദേവി വളരെയധികം വിഷമിക്കുകയാണ്. തന്റെ പുത്രിയെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ആൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കാന്നുള്ളൊരു ചിന്തയിലാണ് മേനാദേവി. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീ പരമേശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ഷിപ്രപ്രസാദിയുമാണ്, എന്നാൽ തന്നെ ക്ഷിപ്രകോപിയുമാണ്. അപ്പൊ അങ്ങനെ ക്ഷിപ്രകോപിയായിരിക്കുന്ന ആ ഭഗവാന്റെ മുന്നിലേക്ക് എങ്ങനെ തന്റെ മകളെ വിവാഹം കഴിച്ച് വിടും എന്നുള്ള ഒരു എന്താ പറയാ, അങ്ങനെ ഒരു സങ്കോചത്തിലാണ് മേനാദേവി ഇരിക്കുന്നത്. ആ സമയത്താണ് അവിടെ സപ്തഋഷികൾ കടന്നു വരുന്നതും. അപ്പോൾ അവര് മേനാദേവിയുടെ സങ്കടം കണ്ടിട്ട് ഇങ്ങനെ ചോദിക്കുമ്പോൾ മേനാദേവി ഇതുപോലെ പറയുകയാണ്, എന്റെ പുത്രിയെ എങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഒരു ക്ഷിപ്രകോപിയായിട്ടുള്ള ഒരാളുടെ കൂടെ വിവാഹം കഴിച്ചു വിടുന്നത്? അങ്ങേക്ക് അറിയാവുന്നതല്ലേ, അന്ന് ദക്ഷ പ്രജാപതിക്ക് സംഭവിച്ച കാര്യങ്ങളൊക്കെ അങ്ങേക്ക് അറിയാവുന്നതല്ലേ എന്നൊക്കെ പറയുകയാണ്. അപ്പോ ഇത് കേൾക്കുമ്പോ എന്ത് പറയുകയാണ്, സപ്തഋഷിമാര് പറയുകയാണ്, ദുഷ്ടന്മാരെ നിഗ്രഹിക്കുക എന്നുള്ളതും സജ്ജനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതുമാണ് ഭഗവാന്റെ ദൗത്യം എന്ന് പറയുന്നത്. ശിവഭഗവാന്റെ ദൗത്യം എന്ന് പറയുന്നത് അതാണ്. അതുകൊണ്ടാണ് ഭഗവാൻ അങ്ങനെ ക്ഷിപ്രകോപിയാവുന്നത്. ചില സമയത്ത് ക്ഷിപ്രകോപിയും ചില സമയത്ത് ക്ഷിപ്രപ്രസാദിയും ആകുന്നത് അതുകൊണ്ടാണ്. അതോർത്തിട്ട് ദേവി ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല എന്ന് മേനാദേവിയോട് പറയുകയാണ്. അത് കേൾക്കുന്നതോടെ മേനാദേവി കുറച്ച് ശാന്തയാവുകയാണ്. അങ്ങനെ പാർവതീ ദേവിയും ശിവഭഗവാനും തമ്മിലുള്ള വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കുകയാണ്. അങ്ങനെ മേനാദേവിയും സമ്മതം മൂളുകയാണ്. അങ്ങനെ അവിടെ ആ ഒരുക്കങ്ങൾ നടക്കുകയാണ്. ഹരഹര മഹാദേവ, ഹരഹരോ ഹരഹര മുരുക. ഇന്ന് ഈ ഒരു ഭാഗമാണ്. അപ്പം ഈ ഒരു ഭാഗം എനിക്ക് വായിക്കാൻ കഴിഞ്ഞതിൽ ഭഗവാനോട് ഞാൻ നന്ദി പറയുകയാണ്. എനിക്ക് ശിവപുരാണായാലും സ്കന്ദപുരാണായാലും ഒക്കെ എനിക്ക് പറയാൻ കഴിയുന്നുണ്ടല്ലോ, അതിന് ഭഗവാൻ എനിക്കൊരു അവസരം തരുന്നുണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ വളരെയധികം സന്തോഷിക്കുകയാണ്. വളരെയധികം അതിൽ എന്താ പറയുക, ഭഗവാനോട് അത്രയധികം നന്ദി പറയുകയാണ്. കാരണം നമുക്ക് ഈ ഭൂമിയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും അല്ലേ, പക്ഷെ നമുക്ക് കുറച്ച് സമയം നമുക്ക് ഭക്തിപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് മാറ്റി വെക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ അതിൽ ഒരു എന്താ പറയുക, ഒരു സമാധാനം ഉണ്ടാവുന്നത്. ഇനി ഞാൻ കുറച്ച് ഒരു 5 മിനിറ്റ് അല്ല 1 മിനിറ്റ് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണേ. ഞാൻ ഇപ്പം വരാം. കാരണം ഇവിടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പം ആ ഡോറൊന്ന് അടച്ചിട്ട് ഞാൻ വരാം കേട്ടോ. ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഹരഹരോ ഹരഹര. അപ്പം ഞാൻ എത്തിയിട്ടുണ്ട്. ഇനി എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ഇന്നലെ ഹരഹരോ ഹരഹര ഇന്നലെ ഞാൻ വന്നപ്പോൾ നിങ്ങളോട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ പ്രഗ്നൻസിയുടെ കാര്യം, അത് പോയതും ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവരുടെ അനാസ്ഥ കൊണ്ടാണ്, അതുകൊണ്ടാണ് പോയത്. ഞാൻ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് പ്രഗ്നൻസി എന്ന് അറിഞ്ഞ ടൈമിൽ എനിക്കിതുപോലെ എന്താ പറയുക, ഹാർട്ട് ബീറ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുട്ടിക്ക് ഹാർട്ട് ബീറ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നേരെ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം പൗർണമിക്കാവ് എന്ന് പറഞ്ഞൊരു ക്ഷേത്രമാണ്. അവിടെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ ഈ കാലഭൈരവൻ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഇതുണ്ട്, ഒരു മൂർത്തിയുണ്ട്. അപ്പം അതിൻ്റെ അടുത്തൊരു സേവകനായിട്ടിരിക്കുന്ന ആളാണ്.
അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ആദ്യമേ ഇതേപോലെ നെയ്യാറ്റിൻകര ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവരിതുപോലെ അവരിതുപോലെ എന്താ പറയുക സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ സ്കാൻ ചെയ്യുമ്പോൾ ഇപ്പോൾ അവർ ഉള്ളു പരിശോധിച്ചാൽ അവർക്ക് വീഴ്ച പറ്റിയതിലാണ് എനിക്ക് ആദ്യമേ വെള്ളം പോലെ എൻ്റെ ബ്ലാഡർ പൊട്ടിപ്പോയത്. പിന്നെ അതിനുശേഷം 2-3 ദിവസം കുഴപ്പമില്ലായിരുന്നു. ആ ടൈമിലാണ് ഞാൻ ഈ പറഞ്ഞ പോലെ പൗർണമിക്കാവ് ക്ഷേത്രത്തിൽ പോയത്. അവിടെ പോയി പ്രാർത്ഥിച്ച് നമുക്ക് കാര്യങ്ങൾ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ മാറുമെന്നാണ് അറിഞ്ഞത്. അങ്ങനെയാണ് ഞാൻ അവിടെ പോയത്. അപ്പോൾ അവിടെ പോയിട്ട് ഇതുപോലെ അവിടെ കാലഭൈരവൻ എന്ന് പറഞ്ഞിട്ട് ഒരു മൂർത്തിയുടെ അടുത്ത് ഇരിക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ പുള്ളിയോട് ഇങ്ങനെ പറഞ്ഞു, ഇതുപോലെ ഇങ്ങനെ എന്താ പറയുക, എനിക്ക് കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഇല്ലെന്നൊക്കെ പറഞ്ഞു. അതിപ്പോഴേ ഹാർട്ട് ബീറ്റ് വരാനുള്ള ടൈം ആയിട്ടില്ല, എന്നാലും അവരങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇതുപോലെ ഇങ്ങനെ ചെയ്തപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് വെള്ളം പോലെ പോകണം, എനിക്ക് പേടിയാവുന്നുണ്ട്, എനിക്ക് കുഞ്ഞിനെ എന്തായാലും വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പുള്ളി പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ, ഞങ്ങളുടെ കുട്ടിയെ നിങ്ങൾക്ക് വിട്ടു തരണമെന്ന് ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ എന്ന് വെച്ചാൽ മനസ്സിലായോ നിങ്ങൾക്ക്? അതിൻ്റെ അർത്ഥം മനസ്സിലായോ? അതായത് ഒരു ആത്മാവിനെ നമ്മളിലേക്ക് വിട്ടു തരണോ വേണ്ടോ എന്ന് ആലോചിക്കട്ടെ എന്നാണ് അയാൾ ഉദ്ദേശിച്ചത്. മനസ്സിലായോ? അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവര് ഈ പറയുന്ന വ്യക്തി എന്ന് പറയുന്നത് കാലഭൈരവൻ എന്ന് പറയുന്ന ആ ഒരു ശിവഭഗവാന്റെ ഒരു ഇതാണ്. ശിവഭഗവാന്റെ നിങ്ങൾക്ക് അത് അറിയുന്നുണ്ട്, ജഡയിൽ നിന്ന് വന്നതാണ് കാലഭൈരവൻ ഉത്ഭവിച്ചത്. അപ്പൊ ആ ഭഗവാന്റെ ഒരു സേവകൻ, നിസാര ഒരു ഭൂമിയിലുള്ള ഒരു സേവകൻ മാത്രമാണ് ആ വ്യക്തി. അപ്പൊ ആ വ്യക്തിയാണോ തീരുമാനിക്കുന്നത് നമുക്ക് ഒരാത്മാവിന് തരണോ അല്ലെങ്കിൽ നമുക്ക് അത് രക്ഷിക്കണോ വേണ്ടെന്ന് തീരുമാനിക്കുന്ന ആ വ്യക്തിയൊന്നുമല്ല. അപ്പൊ ആ വ്യക്തിയുടെ വാക്കിൽ അതൊരു തെറ്റുണ്ട് അല്ലേ? തെറ്റ് തന്നെയാണ്. അപ്പൊ ആരെന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും തെറ്റ് തന്നെയാണ്. തെറ്റൊരിക്കലും തെറ്റല്ലാതെ ആവില്ല അല്ലേ? അപ്പോൾ ഒരിക്കലും അങ്ങനെയല്ല പറയേണ്ടത്. നമ്മൾ ഒരാൾ അങ്ങനെ വന്ന് വിഷമിച്ച ഒരു കാര്യം പറയുമ്പോൾ, ഒരു അമ്മ അത്രയും വിഷമിച്ച ആ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു കാര്യം വന്ന് പറയുമ്പോൾ, നിങ്ങൾ വിഷമിക്കാതിരിക്കൂ, ആ കുട്ടീനെ നിങ്ങൾക്ക് കിട്ടും, ഞാനും ഭഗവാനോട് പ്രാർത്ഥിക്കാം എന്നൊരു വാക്കാണ് പറഞ്ഞു കൊടുക്കേണ്ടത് അല്ലേ? ഈ പറയുന്ന വ്യക്തി ശിവഭഗവാനെക്കാളിലും വലിയ ആളൊന്നും അല്ലല്ലോ. അല്ലെങ്കിൽ ആ പറയുന്ന കാലഭൈരവൻ എന്ന് പറയുന്ന ആ ഭഗവാന്റെ ഒരു സേവകൻ മാത്രമല്ലേ, ജസ്റ്റ് ഒരു സേവകൻ മാത്രമാണ് അല്ലേ ഭൂമിയിലുള്ള. അപ്പം ഇതാണ് ഓരോരുത്തർ അവരെന്താ വിചാരിക്കുന്നത്, അവര് ഭഗവാനെക്കാളിലും വലിയ ആളാണ് അല്ലെങ്കിൽ ഭഗവാനെക്കാളിലും വലിയ ഇതാണെന്നുള്ള രീതിയാണ് ഓരോരുത്തരുടെ മനസ്സിലിരിക്കുന്നത്. അവര് സ്വയം ഭഗവാനായിട്ട് മാറാൻ ശ്രമിക്കുന്നവരാ. അപ്പം അത് ഒന്നും ഒരിക്കലും നമുക്ക് അത് ഭക്തിയാണെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് എന്താ പറയുക, ഇങ്ങനെയുള്ള ഭക്തി എന്ന് പറഞ്ഞിട്ട് ആ ഭക്തിയുടെ പേരിൽ ഒരുപാട് ഇതിലുള്ള മനസ്സിൽ എന്താ പറയാ ഒരു ഇല്ലാത്ത കുറെ ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് അല്ലേ? ഏത് ക്ഷേത്രങ്ങളിലായാലും നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും അങ്ങനെയുള്ളവരെ നമുക്ക് കാണാം. അപ്പൊ ഇങ്ങനെയുള്ളവരുടെ അടുത്തേക്ക് നിങ്ങൾ പോകും. അത് കഴിഞ്ഞ് ഇയാളിങ്ങനെ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ അത് കഴിഞ്ഞിട്ട് ബാത്റൂമിൽ പോയപ്പോഴാണ് ഇത് ബ്ലീഡ് ആയത്. മനസ്സിലായോ? അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ഒരു വ്യക്തിയുടെ വായിൽ നിന്ന് വീഴുന്ന വാക്കെന്ന് പറയുന്നത് അതിന് അത്ര ഇതുണ്ട്. അപ്പം അത് നമ്മൾ ആലോചിച്ച് കണ്ടും വേണം. ആരായാലും ശരി തന്നെ ഒരു കാര്യം പറയുമ്പോൾ അത് ആലോചിച്ച് കണ്ടും വേണം പറയാനുള്ളത് അല്ലേ? അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള ഫസ്റ്റത്തെ ഞാനൊരു സംഭവം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യമേ വിവാഹം കഴിച്ച ആൾ ഇതുപോലെ ഞാൻ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് തന്നെ ചവിട്ടി ഇങ്ങനെ ചെയ്തിട്ടാണ് അത് പോയി എന്നുള്ള കാര്യം എനിക്ക്. അപ്പൊ അയാൾക്ക് ഒരിക്കലും ശിക്ഷ കിട്ടാതിരിക്കാൻ അയാൾ ഒരിക്കലും ഇതല്ല, അയാൾക്ക് ശിക്ഷ കിട്ടുക തന്നെ വേണം. ഇപ്പം ഞാനൊരു കാര്യം പറയും, നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്ത് നമ്മളെല്ലാവരും അതിനുള്ള ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടല്ലേ? കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ പറയുന്ന ഈ വിവാഹത്തിൽ ഈ 19 വയസ്സിലായിരുന്നു എൻ്റെ വിവാഹം. ഈ 19 വയസ്സ് വരെ ഞാൻ മാനമര്യാദയായിട്ടാണ് ഇരുന്നിട്ടുള്ളത്. ഞാൻ കന്യകയായിട്ട് തന്നെയാണ് ഇരുന്നിട്ടുള്ളത്. മനസ്സിലായോ? അപ്പൊ ഈ കന്യകയായിട്ടിരുന്ന എനിക്കുണ്ടായ എന്നെ കന്യകയായിട്ടിരുന്ന തന്നെയാണ് അയാൾ വിവാഹം കഴിച്ചുകൊണ്ട് പോയത്. അപ്പൊ ഈ കന്യകയായിട്ടിരുന്ന എനിക്കുണ്ടായ ആ കുഞ്ഞു എന്ന് പറയുമ്പോൾ, അതൊരു ജനിക്കുന്നതെന്ന് പറയുമ്പോൾ അത് ഏറ്റവും പ്യുവറായിട്ടുള്ള ഒരു ആത്മാവായിരിക്കും അതിലുണ്ടാവുക. ചിലപ്പോൾ ആ ടൈമിൽ അതിൽ ആത്മാവ് പ്രവേശിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ പ്രവേശിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അയാൾ ചെയ്തതെന്ന് പറയുന്നത് അത്രയും വലിയ ക്രൂരതയാണ്. മനസ്സിലായി? അപ്പം നമ്മൾ ഇപ്പം മാതാവിൻ്റെ ആയാലും ദൈവപുത്രൻ എന്ന് പറയത്തില്ലേ, കന്യകയിൽ നിന്നാണ് ആ പുത്രൻ ഉണ്ട്. അപ്പൊ ആ ഒരു കുട്ടി എന്ന് പറയുന്നത് അത്രയും പ്രീഷ്യസ് ആണ്. മനസ്സിലായോ? അത്രയും മഹത്വമുള്ള ഒരു കുഞ്ഞാണത്. അപ്പൊ അതുകൊണ്ട് അത് ദൈവപുത്രനാണ്. മനസ്സിലായോ? നമ്മളൊക്കെ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഒരു സ്ത്രീ വിവാഹം കഴിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മൾ അത്രയും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആ കുട്ടിയുടെ പ്രഗ്നൻസി കാര്യങ്ങളെല്ലാം നമ്മൾ അത്രയും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ചിലർ കല്യാണത്തിന് മുന്നേ പല പുരുഷന്മാരുടെ കൂടെ പോയിട്ട് വിവാഹം കഴിക്കുന്ന പെൺകുട്ടികൾ ഉണ്ടായിരിക്കാം. എന്നാൽ പോലും അവരുടെ പ്രഗ്നൻസി നമ്മൾ സൂക്ഷിക്കേണ്ടത്. എന്നാൽ ഞാൻ അങ്ങനെയല്ലായിരുന്നു. ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 19 വയസ്സ് വരെയും ദേവികമായിട്ടും അതുപോലെ കന്യകയായിട്ടും ജീവിച്ചിരുന്നൊരു വ്യക്തിയാണ് ഞാൻ.
മനസ്സിലായി. അപ്പൊ എനിക്ക് ആദ്യം ഉണ്ടാവുന്ന ആ കുഞ്ഞെന്ന് പറയുന്നത് അത്രയും മഹത്വമുള്ള ദൈവപുത്രനായിരുന്നു. അത് മനസ്സിലായോ? അത്രയും മഹത്വമുള്ള, അത്രയും പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു കുഞ്ഞായിരുന്നു അത്. മനസ്സിലാക്കുക, എനിക്ക് ആ കന്യകയായ എനിക്ക് എൻ്റെ ഹസ്ബൻഡിൽ എന്നെ വിവാഹം കഴിച്ചുകൊണ്ട് അയാളിലുണ്ടായ ആ കുഞ്ഞെന്ന് പറയുന്നത് അത്രയും പ്രീഷ്യസ് ആയിട്ടുള്ള കുഞ്ഞാണ്. മനസ്സിലായോ? അപ്പൊ അതിനെ ഇവൻ എന്തിന്റെ പേരിലാണ് ഇല്ലാതാക്കിയതെങ്കിലും, ആരുടെ വാക്ക് കേട്ട് എന്ത് ചെയ്തിട്ടാണ് ഇവൻ ഇങ്ങനെ ചവിട്ടി നശിപ്പിച്ചിട്ടുണ്ടെങ്കിലും അവൻ ചെയ്തെന്ന് മഹാപാതകമാണ്. അതിന്റെ ശിക്ഷ ഉറപ്പായിട്ടും അവൻ അനുഭവിച്ചേ മതിയാവുകയുള്ളൂ. മനസ്സിലായോ? അതിന്റെ ശിക്ഷയ്ക്ക് അവൻ അതിനൊരു മാപ്പില്ല എന്നുള്ളതാണ്. അത് പരമമായിട്ടുള്ള സത്യമാണ്. അതിന് വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചവരും ആരൊക്കെ ഇതിൽ ചെയ്തിട്ടുണ്ടോ, അതിൽ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളെങ്കിലും അവൻ തീർച്ചയായിട്ടും അതിനുള്ള ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യും. അതിന് പ്രേരിപ്പിച്ചവരും അതിനുള്ള ശിക്ഷ അനുഭവിച്ച് തീർന്നേ മതിയാവുകയുള്ളൂ. മനസ്സിലായോ? അത് പരമമായിട്ടുള്ള സത്യമാണ്. കാരണം ഇതിൽ എനിക്ക് പോലും അവർക്ക് മാപ്പ് കൊടുക്കാനുള്ള ഇതില്ല, റൈറ്റ്സ് ഇല്ല. മനസ്സിലായി? ഇപ്പൊ ഞാൻ അവർക്ക് മാപ്പ് കൊടുത്താൽ പോലും എന്താ പറയാ, ആ പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ആ ദൈവം, ആ ഭഗവാൻ ഒരിക്കലും മാപ്പ് കൊടുക്കുകയില്ല. കാരണം അത്രയും ആ ഭൂമിയിലേക്ക് അത് വരേണ്ട കുഞ്ഞായിരുന്നു. അത് അത്രയും പ്യുവർ ആയിട്ടുള്ള, കാരണം ഒരു കന്യകയ്ക്ക് ജനിക്കുന്ന കുഞ്ഞാണ്. നമ്മൾ ഓരോ സ്ത്രീകളെയും അതിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. പക്ഷെ പുരുഷന്മാർ വിവാഹത്തിന് മുമ്പ് പല സ്ത്രീകളോടെയും പോവായിരിക്കാം, അങ്ങനെ ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ വിവാഹം കഴിക്കുന്നത്. ചില പുരുഷന്മാരുണ്ട് ആരുടെയും കൂടെ അങ്ങനെ പോവാതെ തന്നെ വിവാഹം കഴിക്കുന്ന പുരുഷന്മാരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ അങ്ങനെയുള്ള സ്ത്രീകൾ അത്രയും നമുക്ക് ആ കുഞ്ഞെന്ന് പറയുന്നത് അത്രയും പ്രീഷ്യസ് ആണ്, അത്രയും മഹത്വമുള്ള കുഞ്ഞ്, അങ്ങനെയുള്ളൊരു ഇതായിരിക്കും ഇതെന്ന് പറയുന്നത്. മനസ്സിലായി? അപ്പൊ ആ പരിശുദ്ധാത്മാവിനെയാണ്, അല്ലെങ്കിൽ ആ പരിശുദ്ധമായിട്ടുള്ള ആ കുഞ്ഞിനെയാണ്, ആ കന്യകയിൽ ജനിക്കേണ്ട പരിശുദ്ധമായിട്ടുള്ള കുഞ്ഞിനെയാണ് അവരെല്ലാവരോടും ചേർന്ന് ഇങ്ങനെ, അല്ലെങ്കിൽ മറ്റുള്ള ആര് വാക്ക് കേട്ടായ എന്തിന്റെ പേരിലായാലും അയാൾ അങ്ങനെ ചെയ്തത്. മനസ്സിലായോ? അല്ലെങ്കിൽ അയാളുടെ ഈ പറയുന്ന പോലെയുള്ള പണത്തിന് സ്വർണത്തിന് വേണ്ടിയിട്ട് അയാളത് ചെയ്തു. അപ്പൊ അത് ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ്. മനസ്സിലായോ? അതിന്റെ ശിക്ഷ എല്ലാവരും അനുഭവിക്കേണ്ടത് തന്നെയാണ്. മനസ്സിലായോ? അപ്പം ഞാൻ അയാളെ ഇഷ്ടപ്പെട്ടു എന്നുള്ളത് ഞാൻ ചെയ്തൊരു തെറ്റാണ്. അപ്പം അതിൻ്റെ ശിക്ഷ ഞാൻ ഇതിനോടകം തന്നെ അനുഭവിച്ച് കഴിഞ്ഞു. ഒരുപാട് രീതിയിൽ ഞാൻ അതിനുള്ള ശിക്ഷ അനുഭവിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനി അയാൾക്കുള്ള ശിക്ഷ ഉറപ്പായിട്ടും ഉണ്ടാവും. അയാൾ ഇനി ഏത് തീർത്ഥത്തിൽ പോയി കുളിച്ചെന്ന് പറഞ്ഞാലും, എത്ര വലിയ ഇത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, എന്ത് ചെയ്തിട്ട് എന്ത് പ്രശ്നപരിഹാരം ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അയാൾക്ക് ആ ഒരു ശിക്ഷയിൽ നിന്ന് മോചനം ഇല്ല. കാരണം അയാൾ ചെയ്ത് അത്രയും ക്രൂരമായിട്ടുള്ള ഒരു കാര്യമാണ്. മനസ്സിലായി? അപ്പം അതുകൊണ്ട് നമ്മൾ എപ്പോഴും സൂക്ഷിക്കുക. ഓരോ പെൺകുട്ടി എന്ന് പറയുന്നതും ഓരോ ദേവിമാരുടെ ഓരോ അംശങ്ങളാണ്. അത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മളൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുമ്പോൾ അത്രയും നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ എന്തിന്റെ പേരിലായാലും, പണത്തിന്റെയോ സ്വർണത്തിന്റെയോ അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്ന ഇല്ലാത്ത പറഞ്ഞു കൊടുക്കുന്ന കേട്ടിട്ടാണെങ്കിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കേട്ടിട്ടാണെങ്കിലോ ഒരു ഇതും ഇല്ലാതെ ഒരിക്കലും ഒരു ഗർഭിണിയായുള്ള സ്ത്രീയെ ഉപദ്രവിക്കാതിരിക്കുക. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? അതിന്റെ ഫലമാണ് ഇപ്പോൾ ഓരോരുത്തരും എൻ്റെ കൺമുമ്പിൽ തന്നെ കാണുന്നുണ്ട്. പല കാര്യങ്ങളും അതിനുവേണ്ടി അത് എന്താ പറയാ, ആ ബന്ധം ഇല്ലാതാക്കാൻ ശ്രമിച്ചവരും അതുവേണ്ടി പറഞ്ഞവരും അങ്ങനെയുള്ളവരും പല രീതിയിൽ ഇപ്പോൾ പല ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ അത് ഓരോരുത്തരും അനുഭവിക്കുന്ന എന്തുകൊണ്ടാണ്? അത് അവരവർ ചെയ്ത പാപകർമ്മങ്ങളുടെ ഫലമാണ് അവരവർ അനുഭവിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ നമ്മൾ എന്ത് പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കർമ്മഫലങ്ങളെല്ലാം നമ്മൾ ഈ ഭൂമിയിൽ അനുഭവിച്ചിട്ടേ നമുക്ക് പോകാൻ കഴിയുള്ളൂ. അത് ഭൂമിയിൽ മാത്രമല്ല, അത്രയും തെറ്റാണ് അവർ ദ്രോഹം ചെയ്ത് ഈ പറയുന്നത് അത്രയും ദ്രോഹമുള്ളതാണെങ്കിൽ ഭൂമിയിലല്ല, നമ്മൾ ഏത് ലോകത്ത് പോകണോ അവിടെ പോയാലും നമ്മൾ അനുഭവിക്കേണ്ടത്. അവിടെ നിന്ന് ഒരിക്കലും അയാളെ രക്ഷിക്കാൻ ആർക്കും കഴിയുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് എന്ത് തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും, എന്തൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറേ പ്രാവശ്യം ചിന്തിച്ചിട്ട് വേണം എന്തെങ്കിലും ചെയ്യാം. അപ്പൊ ഈ കോപം അല്ലെങ്കിൽ ഈ ദേഷ്യം ഇതൊക്കെയാണ് ഈ പറയുന്ന ഇങ്ങനെയുള്ള തെറ്റുകൾ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഓരോരുത്തരെ. മനസ്സിലായോ? അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു സ്ത്രീകളെ അങ്ങനെ ചെയ്യാൻ പാടില്ല ആരും. അതുകൊണ്ടാണ് ഞാൻ ഭഗവാനോട് ഞാൻ പ്രാർത്ഥിച്ച കാര്യം ചില വേറൊന്നുമല്ല. ഞാൻ ഇത്രയും ഒരു എന്താ പറയുക, അത്രയും ഒരു നല്ല രീതിയിൽ ജീവിച്ചു വന്നിട്ട് എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. അതുകൊണ്ട് ഭൂമിയിൽ സ്ത്രീയായിട്ട് വന്നതുകൊണ്ട് ഇത്രയും അനുഭവിക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് ഞാൻ ഭഗവാനോട് പോലും പ്രാർത്ഥിക്കുന്നത്, ഇനി ഒരിക്കലും ഒരു ജന്മം ഉണ്ടെങ്കിൽ എന്നെ സ്ത്രീയായിട്ട് ഭൂമിയിലേക്ക് വിടരുതേ എന്ന് ഞാൻ ഭഗവാനോട് അത്രയും പ്രാർത്ഥിക്കുന്ന കാര്യം അതാണ്. ഞാൻ വരില്ല എന്ന് അത് ഉറപ്പിച്ച കാര്യമാണ്. എനിക്ക് ഇനിയോ ഒരു പരീക്ഷണത്തിന് തയ്യാറാവാൻ വയ്യ. മനസ്സിലായി? അത് തന്നെയാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ സ്കന്ദ ഭഗവാനോടോ മുരുക ഭഗവാനോടോ എനിക്ക് പറയാനുള്ള കാര്യം അതാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു സ്ത്രീയായിട്ട് ജനിച്ചിട്ട് അത്രമാത്രം ഈ ഒരു സമൂഹത്തിൽ വന്നിട്ട് എനിക്ക് അത്രമാത്രം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
അപ്പം അതുകൊണ്ട് അത്രമാത്രം പഴികൾ കേൾക്കേണ്ടി വെച്ചു. ഒരു തെറ്റും ചെയ്യാത്ത തെറ്റിന് വരെ പഴികൾ കേൾക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. പല അവസ്ഥകളിലൂടെ കടന്നുപോയിട്ടുണ്ട്. പല ദ്രോഹങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഭഗവാനോടോളം പ്രാർത്ഥിക്കുന്നത്, ഭൂമിയിലേക്ക് വരുന്നെങ്കിൽ ദൈവം ഇതിനി ഒരിക്കലും ഒരു സ്ത്രീ ആയിട്ട് എന്നെ ഭൂമിയിലേക്ക് വിടരുതേ എന്ന് പറയുന്നത്. ഭൂമിയിൽ ഇനി എനിക്ക് ജന്മം അഥവാ ഉണ്ടെങ്കിൽ എനിക്ക് ഒരു പുരുഷനായിട്ടുള്ള ജന്മം മതി, ഇല്ലെങ്കിൽ എനിക്ക് ജന്മം വേണ്ട എന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ ഭഗവാനോട് അത്രയും മനസ്സുരുക്കി പ്രാർത്ഥിക്കുകയാണ്. കാരണം നമ്മുടെ ഓരോരുത്തരുടെ അനുഭവങ്ങളാണ് ഓരോരുത്തരെ കൊണ്ട് ഓരോന്ന് പഠിപ്പിക്കുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങളൊക്കെ ആൺകുട്ടികളായിട്ട് ചിലർ പറയുന്ന ആണുങ്ങളായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ ദുഃഖമാണ്. പക്ഷെ ഒരു ആണല്ല, ഒരു പെണ്ണായിട്ട് ജനിച്ചു കഴിഞ്ഞാലാണ് ഏറ്റവും കൂടുതൽ ദുഃഖം എന്ന് പറയുന്നത്. മനസ്സിലായോ? പക്ഷെ ആണുങ്ങൾക്ക് ദുഃഖമില്ലെന്ന് പറയുന്നില്ല. പക്ഷെ അവർക്ക് എന്താ, അവരുടെ ജോലി കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടി വരും, വീട്ടിലെ ഉത്തരവാദിത്ത കാര്യങ്ങൾ നോക്കേണ്ടി വരും, പൈസ പരമായിട്ടുള്ള ഫിനാൻസ് പരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അങ്ങനെ തടസ്സങ്ങൾ, ദുഃഖങ്ങൾ, ജോലിപരമായിട്ട് ജോലി സ്ഥലത്ത് അങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വരും. പക്ഷെ ഒരു പെണ്ണായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ അതിനപ്പുറമായിരിക്കും നമ്മൾ ചിലപ്പോൾ അനുഭവിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് നിങ്ങളൊക്കെ ഇപ്പം ഈ ജന്മത്തിൽ നിങ്ങളൊക്കെ ആണായിട്ട് ജനിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യമാണെന്ന് മാത്രമേ മഹാഭാഗ്യമാണെന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. അത്രയും മഹാഭാഗ്യമുള്ളവർക്ക് മാത്രമാണ് ഭൂമിയിൽ ആൺജന്മം, ഒരു പുരുഷനായിട്ട് ജനിക്കാനുള്ള ഭാഗ്യം കിട്ടുന്നത്. പക്ഷെ പലരും പറയും സ്ത്രീ ജന്മം പുണ്യജന്മമാണ്, സ്ത്രീയായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ പുണ്യമാണെന്നൊക്കെ പലരും പറയും. പക്ഷെ സ്ത്രീ ജന്മം എന്ന് പറയുന്നത് ഒരിക്കലും, എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ഞാൻ പറയണേ, ഒരിക്കലും നമുക്ക് അതൊരു നല്ല ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നല്ല രീതിയിൽ നമ്മൾ ജീവിച്ചു പോയി കഴിഞ്ഞാൽ പോലും നമ്മളെ പല രീതിയിൽ നമ്മൾ ഉപദ്രവിക്കാനും ദ്രോഹം ചെയ്യാനും, ഈവൻ നമ്മൾ വിവാഹം കഴിച്ചുകൊണ്ട് പോകുന്നിടത്തായാലും നമുക്ക് കഷ്ടതകൾ ഉണ്ടാവാനും, അങ്ങനെ പല രീതിയിലുള്ള ചാൻസസ് നമുക്കുണ്ട്. മനസ്സിലായി? അപ്പം എൻ്റെ അനുഭവം കൊണ്ടാണ് ഞാനിത് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴും ഈ ഒരു അവസരത്തിൽ ഞാൻ സുബ്രഹ്മണ്യ സ്വാമിയോടായാലും ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, ഭൂമിയിലോട്ട് വരുന്നെങ്കിൽ ഒരിക്കലും ദയവ് ചെയ്ത് ഭഗവാൻ എന്നെ ഒരു സ്ത്രീ ആയിട്ട് ഈ ഭൂമിയിലേക്ക് വിടരുത്. എനിക്ക് ഇനിയും ദുഃഖങ്ങൾ അനുഭവിക്കാൻ വയ്യ ഭഗവാനെ, അല്ലെങ്കിൽ ഞാനൊരു പുരുഷനായിട്ട് വന്നോളാം, അതല്ലെങ്കിൽ എനിക്ക് ജന്മമേ വേണ്ട, എനിക്ക് ഭഗവാനിൽ ഒരു അഭയം തന്നാൽ മതി എന്നുള്ള ഒരേ ഒരു പ്രാർത്ഥന മാത്രമാണ് എനിക്കുള്ളത്. മനസ്സിലായോ? അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ അങ്ങനെയുള്ള തെറ്റുകൾ ആരായാലും ചെയ്യാതിരിക്കുക, അങ്ങനെയുള്ള ദ്രോഹങ്ങൾ ഒരു സ്ത്രീകൾക്കും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. മനസ്സിലായി? അപ്പം അതിലൂടെ നമുക്ക് പലതരത്തിലുള്ള ഭവിഷ്യത്തുകൾ ഉണ്ടാവും. എന്താ പറയുക, ഒരു ദേശം തന്നെ നമുക്ക് ഇതാവുന്ന രീതിയിലുള്ള പലതരത്തിലുള്ള ഭവിഷ്യത്തുകൾ നമുക്ക് അവിടെ നിന്നുണ്ടാവും. മനസ്സിലായോ? അപ്പം നമ്മളെല്ലാവരും വന്നിട്ടുള്ളതെന്ന് പറയുന്നത് ആ ഒരു പരമാത്മാവിൽ നിന്നാണ്, ആ ഭഗവാനിൽ നിന്നാണ് നമ്മളെല്ലാവരും വന്നിട്ടുള്ളത്. നമ്മുടെ എല്ലാവരുടെ അവകാശി എന്ന് പറയുന്നത് ആ പരബ്രഹ്മമാണ്, ആ ഭഗവാനാണ്. മനസ്സിലായോ? അത് എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഒരാളെ നമ്മൾ ദ്രോഹിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഒരുപാട് പ്രാവശ്യം ആലോചിക്കുക, അത് ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക, അവരെ ദ്രോഹിക്കാതിരിക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? ഈ പറയുന്ന ഈ കാലഭൈരവന്റെ സേവകൻ, ഒരു കാലഭൈരവനും എന്നെ തൊടാൻ ഞാൻ സമ്മതിക്കത്തില്ല. അല്ല, ഒരു കാലഭൈരവന്റെ സേവകനും എൻ്റെ അടുത്തേക്ക് വരില്ല. കാരണം എൻ്റെ സംരക്ഷകൻ, ഞാൻ മുരുക ഭഗവാൻ എൻ്റെ സംരക്ഷണമായിട്ടുണ്ട്, എനിക്ക് ശ്രീകൃഷ്ണ ഭഗവാന്റെ സംരക്ഷണമുണ്ട്. ഞാനത് ഭഗവാനോട് ഞാൻ പറഞ്ഞിട്ടുള്ളത് എനിക്ക് സംരക്ഷണം തരണമെന്ന്. ഇതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും പറയണം, നിങ്ങൾക്ക് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം, ദേവിയായാലും ആരായാലും ശരി, നിങ്ങൾക്ക് ആ സംരക്ഷണം തരാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, മുരുകഭവനോട് ായാലും ശ്രീകൃഷ്ണ ഭഗവാനോടായാലും നരസിംഹമൂർത്തിയോടായാലും ഒക്കെ ഞാൻ പ്രാർത്ഥിക്കും, എനിക്ക് ആ സംരക്ഷണം തരണമെന്നുള്ളത്. എൻ്റെ ശരീരത്തിൽ തൊടാനുള്ള അവകാശം ആർക്കും ഇല്ല. മനസ്സിലായിട്ടോ? അങ്ങനെയുള്ള ആത്മാക്കൾക്ക് ആർക്കും അതിനുള്ള അവകാശമില്ല. അതുപോലെ നമ്മളെ ദ്രോഹിക്കാനുള്ള ഇതും ആ ദുഷ്ടമായിട്ടുള്ള ആർക്കും ഇല്ല. അതുകൊണ്ട് നമ്മുടെ പ്രൊട്ടക്ഷൻ, നമ്മുടെ പുറമേ ആയിട്ടുള്ള ഭൗതിക ഇതിലായിട്ടുള്ള നമ്മുടെ പ്രൊട്ടക്ഷൻ ആയാലും ശരി തന്നെ, ആത്മീയമായിട്ടുള്ള നമ്മുടെ പ്രൊട്ടക്ഷൻ ആയാലും ശരി, ആ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് കൂടി നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അത് ഇപ്പോഴല്ല, നമ്മളെ മരണശേഷം ആയാലും നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ആ ഭഗവാനോട് നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരിക്കലും നമ്മളെ ഇതുപോലുള്ള ഇങ്ങനെയുള്ള റേഞ്ചിലുള്ള അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമല്ലാത്ത ആരും തന്നെ നമ്മളെ ബാധിക്കുകയില്ല എന്നുള്ളതാണ്. മനസ്സിലായി? അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. പിന്നീട് നമ്മൾ ചോദിക്കുകയെന്ന് വെച്ചാൽ, നമ്മൾ അറിഞ്ഞോ അറിയാതെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള മാപ്പ് നമ്മൾ ഭഗവാനോട് മാപ്പ് അപേക്ഷിക്കുക എന്നുള്ളതാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെ അറിഞ്ഞുകൊണ്ട് ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്തില്ല, തെറ്റും ചെയ്തിട്ടില്ലെന്ന് തന്നെയാണ് എനിക്ക് 100% ഉറപ്പുള്ള കാര്യമാണ്. പിന്നെ ഞാൻ അറിഞ്ഞോ അറിയാതെ എന്തെങ്കിലും തെറ്റ് എൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ഭഗവാനോട് അതിന് മാപ്പ് ചോദിക്കുകയാണ്.
മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് ഒരു സ്ത്രീ എന്ന് പറയുന്നത് അത്രയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തിടത്തോളം അത്രയും പവിത്രത, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തിടത്തോളം അത്രയും ഇതാണ് ഒരു സ്ത്രീ എന്ന് പറയുന്നത്. അത് മറ്റുള്ളവർ പറയുന്ന കേട്ടിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും പ്രവർത്തിക്കുന്ന കേട്ടിട്ടോ അല്ല ഒരാളെ വിലയിരുത്തേണ്ടത്. മനസ്സിലായോ? അപ്പൊ എനിക്കുണ്ടായ അനുഭവങ്ങളാണ് എന്നെ കൊണ്ട് ഓരോ ഇതും പഠിപ്പിച്ചത്. എന്നെ ഈ ഭക്തിയിലോട്ട് തന്നെ, ആ ഭക്തിയുടെ പാതയിലോട്ട് തന്നെ കൊണ്ടുവന്നതെന്ന് പറഞ്ഞു ഈ എൻ്റെ ഓരോ അനുഭവങ്ങൾ തന്നെയാണ്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്കും ഇതുപോലുള്ള പലർക്കും പല രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ട് ഒരിക്കലും സ്ത്രീ ജന്മം പുണ്യജന്മമാണ്, സ്ത്രീയായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ സ്ത്രീയായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണെന്നൊന്നും പറയുന്ന അതിൽ എനിക്ക് ഒരു യോജിപ്പില്ല. ഭൂരിപക്ഷ സ്ത്രീകളും പല രീതിയിൽ പലതരത്തിലുള്ള രീതിയിൽ ബുദ്ധിമുട്ടുകൾ വിഷമങ്ങൾ ഒക്കെ അനുഭവിച്ച് തങ്ങളുടെ ദുഃഖങ്ങൾ കടിച്ചമർത്തി ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്, എനിക്കറിയാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ആ സ്ത്രീകൾക്ക് അത്രയും റെസ്പെക്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ നമ്മുടെ ഇന്ത്യൻ സംസ്കാരം എന്ന് പറയുന്നത് സ്ത്രീയെ നമ്മൾ ദേവിയായിട്ട് കാണുക എന്നുള്ളതാണ്. പക്ഷെ ഇപ്പൊ അങ്ങനെയുള്ള ഇതൊന്നും ഇല്ല, എല്ലാം മാറി മറിഞ്ഞു. നല്ല സ്ത്രീകളുണ്ട്, കൊള്ളാത്ത സ്ത്രീകളില്ലെന്ന് പറയുന്നില്ല, അങ്ങനെയുള്ളവരും ഉണ്ട്, പലതരത്തിലുള്ളവരുണ്ട്. അപ്പൊ നമുക്ക് അറിയില്ല ആരാണ് നല്ലവർ ആരാണ് കൊള്ളാത്തവരെന്ന് അറിയില്ല. പക്ഷെ നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കേണ്ടിടത്തും സ്നേഹിക്കേണ്ടിടത്തും മനസ്സിലാക്കേണ്ടിടത്തും നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? ആ സ്ത്രീ, ആ ഭാര്യയ്ക്ക് ആ സ്നേഹം കൊടുക്കുക, പ്രൊട്ടക്ഷൻ കൊടുക്കുക, കെയർ കൊടുക്കുക, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ്. മനസ്സിലായോ? അപ്പൊ എൻ്റെ അനുഭവം കൊണ്ടാണ് ഞാൻ ഇത് എനിക്ക് വേണമെങ്കിൽ നിങ്ങളോട് ഇതെല്ലാം മറച്ചു വെക്കാം. പക്ഷെ ഞാൻ മറച്ചു വെക്കുന്നില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിൽ ഞാനത് നിങ്ങളോട് തുറന്നു പറയും. കാരണം നിങ്ങളത് അറിഞ്ഞിരിക്കണം. ഒരാളെങ്കിലും ഇത് പറയാനുണ്ടായിരിക്കണം. മനസ്സിലായോ? ഒരാളെങ്കിലും ഇത് നിങ്ങളോട് പറഞ്ഞു തരുമ്പോഴാണ് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത്, എന്തൊക്കെയാണ് ഓരോ സ്ത്രീകളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്, എന്തൊക്കെയാണ് നമ്മുടെ ഇപ്പോഴുള്ള കാര്യങ്ങൾ, ഇതെല്ലാം നമുക്ക് എങ്കിൽ മാത്രമേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ. ഒരാളെങ്കിലും അത് സത്യങ്ങൾ തുറന്നു പറയുമ്പോഴേ അറിയാൻ കഴിയുള്ളൂ. എല്ലാ സ്ത്രീകളും ഇതൊന്നും വന്ന് പരസ്യമായിട്ട് അവരുടെ കാര്യങ്ങൾ പറയില്ല. പക്ഷെ ഞാനിത് നിങ്ങളോട് പറയുന്നത് വെച്ചാൽ ഇനിയൊരു സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു ഇത് ഉണ്ടാവരുത്, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. മനസ്സിലായോ? പക്ഷെ എനിക്ക് ഇനി ഈ ഭൂമിയിലേക്ക് സ്ത്രീയായിട്ട് വരണ്ട എന്നുള്ള തീരുമാനം തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് 100% ഞാൻ എടുത്തിരിക്കുന്ന തീരുമാനമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നത്. കാരണം എനിക്ക് എൻ്റെ അനുഭവമാണ് എന്നെ ഓരോന്ന് പഠിപ്പിച്ചത്. എൻ്റെ അനുഭവം, ആ ദുഃഖങ്ങളിലൂടെ കടന്നു വന്ന വഴികളാണ് എന്നെ കൊണ്ട് ഓരോന്ന് പഠിപ്പിച്ചത്. അതുകൊണ്ട് നിങ്ങൾ ആണുങ്ങളായിട്ട് ജനിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ വളരെ ഭാഗ്യവാന്മാരാണെന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. നിങ്ങൾക്ക് അത്രയും പ്രീഷ്യസ് ആയിട്ടുള്ള ജന്മമാണ് നിങ്ങളുടെ ആൺജന്മം എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഞാനിപ്പോൾ പറയുന്നത്. പക്ഷെ പണ്ട് പറയുമായിരുന്നു സ്ത്രീ ജന്മം പുണ്യജന്മം. പക്ഷെ ഈ കലികാലത്തിൽ സ്ത്രീ ജന്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പുണ്യജന്മം അല്ല, ഒരിക്കലും പുണ്യജന്മമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഒരുപാട് വേദനകൾ, ഒരുപാട് പ്രശ്നങ്ങൾ, ആങ്സൈറ്റീസ്, ചിലർക്ക് എന്താ പറയുക, പലതരത്തിലുള്ള പ്രശ്നം, കുടുംബ പ്രശ്നങ്ങളായാലും പ്രണയബന്ധത്തിൽ വിട്ടുപോകുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളായാലും അല്ലാതുള്ള പ്രശ്നങ്ങളായാലും അങ്ങനെ പല പല രീതിയിലുള്ള ദുഃഖങ്ങൾ, വിഷമങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകൾ ഇപ്പോഴും ഉണ്ട്. പക്ഷെ വളരെ കൂളായിട്ട് ഇങ്ങനെ ഒരു ഇതും അറിയാതെ, ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ ഒരു ഇതും അറിയാതെ ജീവിച്ചു പോകുന്ന സ്ത്രീകളും ഉണ്ട്. വളരെ തൻ്റേടുകളായിട്ടുള്ള സ്ത്രീകളും ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള നമുക്ക് അറിയാൻ കഴിയില്ല പല ഇതിലുള്ളവരുണ്ട്. എന്നാൽ കൂടിയും എൻ്റെ അനുഭവം കൊണ്ടിട്ട് ഞാൻ പറയുന്നൊരു ഇതാണ്, എൻ്റെ അനുഭവം വെച്ചിട്ട് ഞാൻ പറയുന്ന കാര്യമാണ്. സ്ത്രീ ജന്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദുഃഖമായിട്ടുള്ള ജന്മം തന്നെയാണ്. പെണ്ണായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ മണ്ണായിട്ട് ജനിക്കണമെന്ന് പറയുന്നത് സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് ചിലപ്പോൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ സ്ത്രീകളില്ലെങ്കിൽ എന്ത് ചെയ്യും, സ്ത്രീയായിട്ട് വന്നില്ലെങ്കിൽ അടുത്ത തലമുറ വേണ്ടേ എന്നൊക്കെ ചോദിക്കും. പക്ഷെ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ഈ ഒരു തലമുറയ്ക്ക് വേണ്ടിയിട്ട് അത്രയും എന്താ പറയുക, ഒരു തെറ്റും ചെയ്യാതെ നമ്മൾ അത്രയും നാൾ ഇരുന്നിട്ട് കന്യകയായിട്ടിരുന്നിട്ട് ഒരു തലമുറ വന്നപ്പോൾ എനിക്ക് എന്താ സംഭവിച്ചത്, അതിനെ അവരിങ്ങനെ ചെയ്തു അല്ലേ, അപ്പം ഇല്ലാതായി. അപ്പം അതുകൊണ്ട് ഒരു സ്ത്രീയായിട്ട് വന്നിട്ട് കൂടി നമുക്ക് ആ ഒരു തലമുറയ്ക്ക് വേണ്ടിയിട്ട് വന്നാലും നമുക്ക് എന്താണ്, ഒരിക്കലും നമുക്ക് ആ ഒരു എന്താ പറയുക, നമുക്ക് ഈ ഭൂമിയിൽ നമുക്ക് അത് നമുക്ക് കിട്ടുമോ, അല്ലെങ്കിൽ അത് ശാശ്വതമാണോ, അല്ലെങ്കിൽ നമുക്ക് നന്മ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നൊന്നും നമുക്ക് പറയാൻ കഴിയുകയില്ല. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ഭൂമിയിൽ നമ്മൾ എപ്പോഴായാലും സ്ത്രീയായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയില്ല നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടുമോ, നമ്മൾ വിവാഹം കഴിക്കുന്ന ആൾ എങ്ങനെയുള്ള ആളായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് എന്ത് പ്രൊട്ടക്ഷൻ ഉണ്ടോ, കെയറിങ് കിട്ടുമോ, എന്തായിരിക്കും നമ്മുടെ അവസ്ഥ, ഇതൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനേ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇനിയൊരു പരീക്ഷണത്തിന് എനിക്ക് തയ്യാറാവാൻ വയ്യാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്. എനിക്ക് അവിടെ ഒന്നെങ്കിൽ ഭഗവാൻ എനിക്ക് അവിടെ എനിക്ക് ആ ഒരു സ്ഥാനം തരിക, അല്ലെങ്കിൽ ഭഗവാന്റെ അടുത്തൊരു അഭയം തരിക. അതല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഭൂമിയിലേക്ക് അഥവാ എനിക്ക് ജന്മം എടുത്ത് വരണം എന്നുണ്ടെങ്കിൽ ഒരു ആണായിട്ട് വന്നാൽ മതി, എനിക്ക് പെണ്ണായിട്ട് വരണ്ട എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇപ്പോൾ.
മനസ്സിലായത്. മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല, പക്ഷെ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. കാരണം അത്രയ്ക്ക് അനുഭവിച്ചിട്ടുണ്ട് ദുഃഖങ്ങൾ. മനസ്സിലായോ? നമുക്ക് അറിയാൻ കഴിയില്ല. ഇനിയും നമ്മൾ പെണ്ണായിട്ട് വന്ന് ജനിച്ചിട്ട് ഇനിയും എന്തായിരിക്കും നമ്മുടെ അനുഭവങ്ങൾ. നമ്മൾ വിചാരിക്കുന്ന കണക്ക് നമുക്ക് കാര്യങ്ങൾ നടക്കുമോ, അല്ലെങ്കിൽ നമ്മൾ ഇതായിരിക്കും നമുക്ക് ഉണ്ടാകുന്നത്, ഇതൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയത്തില്ല. ഇപ്പം ദേവിക്കായാലും ഭഗവാനായാലും ഇപ്പൊ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമ്മളെ രക്ഷിക്കാനൊന്നും കഴിയത്തില്ല. മനസ്സിലായോ? അവർക്ക് അവരുടേതായ ബൗണ്ടറീസ് ഉണ്ട്, അവരുടെ ലോകങ്ങളുണ്ട് അവർക്ക്. മനസ്സിലായോ? അപ്പം നമുക്ക് കുറേയൊക്കെ അവർക്ക് നമ്മളെ രക്ഷിക്കാനും പ്രൊട്ടക്ട് ചെയ്യാനും കഴിയുള്ളൂ. നമുക്ക് പൂർണ്ണമായിട്ട് ഒരു പ്രൊട്ടക്ഷനും കെയറിങ് ആ ഒരു ഇതൊന്നും നമുക്ക് കിട്ടണമെന്നില്ല എല്ലാവർക്കും. മനസ്സിലായോ? അപ്പം അത് മനസ്സിലാക്കാന്നുള്ള കാര്യമാണ്. ഹര ഹര മഹാദേവ, ഹര ഹരോ ഹര ഹര. അപ്പം ഈ ഒരു അവസരത്തിൽ ഞാൻ മുരുക ഭഗവാനോട് അത് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. നിങ്ങളുടെയും വിഷമങ്ങൾ, നിങ്ങൾക്കും ഇതുപോലെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ടോ, എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ഈ കാര്യങ്ങളെല്ലാം നിങ്ങളും ആ ഭഗവാനോട് സമർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അതിനാണ് നമുക്ക് ഈ ഒരു മനുഷ്യജന്മം ആ തിരിച്ചറിവും ബുദ്ധിയും വിവേകവും നമ്മുടെ അനുഭവങ്ങൾ മറ്റുള്ളവരായിട്ട് നമ്മൾ പങ്കുവെക്കാനുള്ള ഒരിതും, അതുപോലെ നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഇത് നേർവഴിക്ക് കൊണ്ടുവരാനുള്ള ഇതും, ഇതൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുമ്പോഴാണ് അവിടെയാണ് നമുക്ക് ആ ഒരു ഭഗവത് സാക്ഷാത്കാരം ഉണ്ടാവുന്നത്. അപ്പം അതെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. മനസ്സിലായോ? ഹര ഹര മഹാദേവ, ഹര ഹരോ ഹര ഹര. ഇനി ആരൊക്കെ വന്നിട്ടില്ലെന്ന് നോക്കാം കേട്ടോ. അരുൺ, മകേഷ്, ധനേഷ്, ധനു, കണ്ണൻ, മദനൻസ്, ഷിജി. ഓക്കെ, ഇത്രയും പേരുമാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ. ഹര ഹരോ ഹര ഹര. അപ്പം എൻ്റെ ദുഃഖം കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, വിഷമം കൊണ്ടാണ്. നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ ഓരോരോ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഓരോ തീരുമാനങ്ങൾ നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഓരോ ഭഗവാനിലേക്ക് നമുക്കിത് സമർപ്പിക്കാൻ സാധിക്കുന്നത്, അല്ലേ? അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും അത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുപോലെ നമ്മൾ വലുതാണ് എന്നുള്ളൊരു ചിന്ത നമ്മൾ പാടെ കളയാന്നുള്ളതാണ്. ഒന്നും അല്ല, അതെല്ലാവരും മനസ്സിലാക്കാന്നുള്ളതാണ്. മനസ്സിലായോ? നമുക്ക് ഐശ്വര്യം തരുമ്പോൾ, സമ്പത്ത് തരുമ്പോൾ, സൗന്ദര്യം തരുമ്പോൾ, ആ സൗന്ദര്യത്തിൽ നമ്മൾ അഹങ്കരിക്കാതിരിക്കുക. ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട്, ഒട്ടും സൗന്ദര്യം കാണില്ല, ഭയങ്കര കറുപ്പായിരിക്കും. അപ്പം ഞാൻ ചില സമയത്ത് ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഭഗവാൻ അല്ലെങ്കിൽ ഭഗവതി ഇവർക്ക് ഇങ്ങനെ ഇത്രയും കറുത്ത ഒരു രൂപം കൊടുത്തിരിക്കുന്നതെന്ന് ഞാൻ പല പ്രാവശ്യം എനിക്ക് വിഷമം തോന്നിയിട്ടുണ്ട്, പല പ്രാവശ്യം വിഷമം തോന്നിയിട്ടുണ്ട്. പക്ഷെ അവരുടെ ഹേർട്ട് എന്ന് പറയുന്നത് വളരെ പ്യുവർ ആയിരിക്കും. ചിലപ്പോൾ നല്ല സ്നേഹമുള്ള കുട്ടികളായിരിക്കും, നല്ല സ്നേഹമുള്ള അമ്മമാരായിരിക്കും. അത്രയും കറുത്തിരിക്കുന്നവർ, അവരുടെ ഹൃദയം ചിലപ്പോൾ അത്രയും പരിശുദ്ധമായിരിക്കും. മനസ്സിലായോ? പക്ഷെ ഈ വെളുത്ത് സൗന്ദര്യമുള്ള ഭയങ്കര തേജസ്സുള്ളവരും ഭയങ്കര സൗന്ദര്യമുള്ളവരുണ്ടല്ലോ, അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല സൗന്ദര്യമുള്ളവരെ നമുക്ക് അറിയാൻ കഴിയില്ല. അവർ ചിലപ്പോൾ അവരുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് വളരെ ഭീകരമായിരിക്കും. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ പുറമേ ഉള്ളത് കണ്ടോ ആയിരിക്കരുത് ആരെയും വിലയിരുത്തേണ്ടത്. അതുകൊണ്ട് ഞാൻ ഭഗവാനോട് പറയണം, അങ്ങനെ കുറച്ച് ഇങ്ങനെ അത്രയും കറുത്ത രൂപം അവർക്ക് കൊടുക്കുക, അത്രയും എന്താ പറയാ, അവര് ചിലപ്പോൾ എന്തെങ്കിലും അവരുടെ പൂർവ്വജന്മ കർമ്മ ഫലങ്ങളായിരിക്കാം ചിലപ്പോൾ അവർക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ടാവും. എന്നാൽ കൂടിയും അത്രയും കറുത്തിരണ്ട ഒരു രൂപം അവർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് മാനറായിട്ടെങ്കിലും അവർ വന്നാൽ അവർക്ക് ഇപ്പൊ പെൺകുട്ടികളൊക്കെ ആണെങ്കിലും വിവാഹാലോചനയൊക്കെ വരുമ്പോൾ ഒരുപാട് കറുത്ത നിറമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചിലർ വിവാഹം കഴിക്കാനൊന്നും തയ്യാറാവത്തില്ല. അപ്പൊ അതിന്റെ പേരിൽ, ഈ കളറിന്റെ പേരിൽ ചിലപ്പോൾ അവര് പല രീതിയിലുള്ള പീഡനങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകളെ എനിക്കറിയാം. അങ്ങനെയുള്ള ഇതുണ്ടാവും. അപ്പം സ്ത്രീകൾക്കായാലും അത്രയും എന്താ പറയാ, ആ ഒരു കരിക്കട്ട രൂപം, അങ്ങനെ ഒരു കറുത്ത രൂപം കൊടുക്കാതിരിക്കുക, എനിക്ക് അതൊരു അപേക്ഷയായിട്ട് ഞാൻ ഭഗവാനോട് ഈ ഒരു അവസരത്തിൽ പറയുകയാണ്. എനിക്കായാലും എല്ലാവരെയും കാര്യമാണ് പറയുന്നത്. ഇപ്പം ഞാൻ തന്നെ എൻ്റെ കാര്യം പറഞ്ഞു, എനിക്ക് പെണ്ണായിട്ട് വരണ്ടാന്ന് വരെ ഞാൻ പറഞ്ഞ്, എനിക്കും അങ്ങനെ പല രീതിയിലുള്ള ഇത് ഉണ്ടായിട്ടുണ്ട് അവഗണനകൾ. ഞാൻ ഇതിൽ ഫിൽറ്റർ ഇട്ടൊക്കെയാണ്, ഞാൻ ഇത്ര വലിയ കളറൊന്നുമില്ല. ഇപ്പോഴാണ് കുറച്ചെങ്കിലും ഒരു കളർ വെച്ചത്, എനിക്കൊരു മാനിറം ആ ഒരു കളർ ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അന്ന് കുറച്ച് ആ ഒരു ടൈമിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇത്തിരി കറുത്തായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് കറുപ്പല്ല, എന്നാലും കുറച്ച് കറുത്തിട്ടായിരുന്നു. അപ്പോൾ ഈ കറുപ്പ്, ഈ വെളുപ്പ്, ഇങ്ങനെയുള്ള എന്താ പറയാ വർണ്ണ വിവേചനം അത് പണ്ട് കാലത്താണ് ഉണ്ടായത്, പക്ഷെ അത് ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പം അതുകൊണ്ട് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കാറുണ്ട്, അത്രയും കറുപ്പ് ചിലപ്പോൾ അവർക്ക് കൊടുക്കും, അവരെന്തെങ്കിലും കർമ്മഫലം കൊണ്ടായിരിക്കും അവർക്ക് അങ്ങനെ കിട്ടി. എന്നാൽ കൂടി അത്രയും കറുപ്പ് കൊടുക്കാതെ കുറച്ചെങ്കിലും ഒരു മാനറമായിട്ടെങ്കിലും ആ പെൺകുട്ടികളാണെങ്കിലും ഒന്ന് വരട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥന, ആൺകുട്ടികളായാലും അങ്ങനെ ഒരു ജന്മം അവർക്ക് വരട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയുള്ളൂ. ആ ഒരു പ്രാർത്ഥനയും കൂടി ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. കാരണം നമ്മൾ ഓരോ അനുഭവങ്ങളിലൂടെ കടന്നു പോയത് കൊണ്ടാണ് നമുക്ക് ഓരോന്ന് പറയാൻ കഴിയുന്നത്, അല്ലെങ്കിൽ ഓരോന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലേ?
അപ്പം അതുകൊണ്ട് എല്ലാവർക്കും ആ ഒരു എന്താ പറയാ, നമുക്ക് എല്ലാവരെയും എന്താ പറയാ ചേർത്ത് പിടിക്കാനുള്ളൊരു മനസ്സുണ്ടാകുമ്പോഴാണ്. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു വർണ്ണവിവേചനോ അല്ലെങ്കിൽ ആ ഒരു ഇതോ ഒന്നുമല്ല, നമ്മൾ ആ മനസ്സിന്റെ പരിശുദ്ധിയാണ് ഏറ്റവും വലുത്, അല്ലെങ്കിൽ ആ സ്നേഹമാണ് ഏറ്റവും വലുത് എന്നുള്ളത്. ആ ദൈവഭക്തി, ആ ദൈവഭയം, സ്നേഹം, ഇതൊക്കെയാണ് വലുതെന്നുള്ളത് മനസ്സിലാക്കുമ്പോഴാണ് അവിടെ മനുഷ്യത്വം ഉണ്ടാവുന്നത്, മനുഷ്യ സ്നേഹം ഉണ്ടാവുന്നത്. ആ സ്വാർത്ഥപരമായിട്ടുള്ള ചിന്തകൾ, ഞാൻ വലുതാണ് എന്നുള്ള ചിന്തകളൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ ആ ഒരു നമ്മുടെ മനസ്സിൽ, ആ ഹൃദയത്തിൽ ആ ഒരു പരിശുദ്ധി കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് അവിടെയാണ് ദൈവ സാക്ഷാത്കാരം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ അതെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് എല്ലാവർക്കും അങ്ങനെ ഒരു നല്ല മനസ്സുണ്ടാവട്ടെ, അങ്ങനെ നല്ലൊരു നാളെ ഉണ്ടാവട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടി നിർത്തുകയാണ്. അതിനു വേണ്ടിയിട്ട് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ. ഹരഹര മഹാദേവ, ഹരഹരോ ഹരഹര. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ഭാഗമാണ് പരിണയത്തിന് ഒരുങ്ങുന്ന ഹിമഗിരി എന്നുള്ളൊരു ഭാഗമാണ് വായിക്കാനുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വായിക്കാം. ഹരഹരോ ഹരഹര.